സർ അങ്ങനെ +2 കഴിഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന മെസ്സേജാണ് നിങ്ങളെടുത്തത്. ഞാൻ ഇവരോടൊക്കെ ഞാൻ പറയാം, വെക്കേഷൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്ത് ചില്ലാക്കരുത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രാഷിന് ജോയിൻ ചെയ്യണം. അപ്പോൾ സാർ അതൊക്കെ എനിക്കറിയാം, ഞാൻ എന്തായാലും ക്രാഷിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ക്രാഷിന് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. കാരണം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഭയങ്കര കൺഫ്യൂസ് ആക്കിക്കൊണ്ടാണ് മൂന്നാമതൊരു ഓപ്ഷൻ വന്നത്. ഞങ്ങളൊക്കെ സമയത്ത് നീറ്റും കീമും മാത്രമേ ഉള്ളൂ. അതായത് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള ആൾക്കാർ ഇത് പോവും, മെഡിക്കലിന് താല്പര്യമുള്ള ഇത് പോവും, ഇതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ വെറുതെ ഇരിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആക്കിക്കൊണ്ട് CUET കൂടെ വന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഡിസിഷൻ ഫാറ്റീഗ് എന്നുള്ളൊരു പ്രോബ്ലത്തിലേക്ക് എത്തും. അതായത് ഇങ്ങനെ 3 ചോയ്സുകൾ വന്നാൽ നമുക്കിതിൽ ഏത് ചോയ്സ് എടുക്കേണ്ടതെന്ന് ആലോചിച്ച് അവസാനം തന്നെ ഒന്നും വേണ്ട, പണ്ടാരടങ്ങട്ടെ നമ്മൾ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. ഇത് നമ്മുടെ CS കുട്ടികൾ നിങ്ങൾ ഫ്ലോ ചാർട്ടൊക്കെ വായിച്ച് പഠിച്ചില്ല, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അത് ഫസ്റ്റ് നിങ്ങളോടുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രയാങ്കിൾ അല്ല ഫ്ലോ ചാർട്ടിൽ ഡിസിഷൻ സാധനത്തിൽ ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്ടർ ആവണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട, നിങ്ങൾ നീറ്റ് ക്രാഷിനാണ് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ സാർ നീറ്റ് ക്രാഷ് ജോയിൻ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത കുറവാട്ടോ. അതായത് നിങ്ങൾ +1 +2 അത്യാവശ്യം നന്നായിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്രാഷ് വഴി നീറ്റിന് ഫസ്റ്റ് ചാൻസിൽ MBBSന് കയറിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കയറിയ കുട്ടികളെ എനിക്കറിയാം. പക്ഷെ അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നീറ്റ് ക്രാഷ് ഈസ് എ ട്രയൽ എന്നുള്ളതാണ്. അല്ല സാർ കിട്ടാതെ പിന്നെ നമ്മൾ ജോയിൻ ചെയ്യടാ, ഡോക്ടർ എന്നുള്ള ആഗ്രഹമെല്ലാം നേടിയെടുക്കണം. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നേടിയെടുക്കും. ആൻഡ് നിങ്ങളുടെ റിപ്പീറ്റ് തുടങ്ങാൻ പോകുന്നത് ക്രാഷ് വഴി ആയിരിക്കണം. അതായത് ഏകദേശം ഒരു എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, കുറേ സമയം എഫേർട്ട് എടുക്കുക. ഇനിയിപ്പോൾ റെസിഡൻഷ്യൽ ക്രാഷിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഹോസ്റ്റലിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ. ഹോസ്റ്റലിൽ വന്ന് ആദ്യത്തെ 1-2 ആഴ്ച ഉമ്മാനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, വീട്ടിലെ പൂച്ചക്കുട്ടീനെ മിസ് ചെയ്ത് കരച്ചിലൊക്കെ ഈ ക്രാഷിൻ്റെ ഭാഗമായിട്ട് നീരും. നിങ്ങൾക്ക് Day 1 മുതൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് തുടങ്ങാൻ പറ്റുന്നുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നിങ്ങളുടെ നീറ്റ് റിപ്പീറ്റ് ജേർണി തുടങ്ങുന്നത് ക്രാഷ് വഴിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് ക്രാഷിന് പങ്കെടുത്താൽ അതിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും കീം ക്രാഷിൻ്റെ സെയിം ലെവലിലാണ് എടുക്കുക. ആകെ മാത്സ് മാത്രമേ മിസ് ചെയ്യുള്ളൂ. നീറ്റ് ക്രാഷിന് പങ്കെടുത്ത് ഉറപ്പായിട്ട് കീമിന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടും. അതായത് കീം ക്രാഷിന് പങ്കെടുത്താൽ നിങ്ങൾ റാങ്ക് 5000 ആണെങ്കിൽ നീറ്റ് ക്രാഷിന് പങ്കെടുത്തായിരിക്കും ഒരു 7000 ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, JEEക്ക് നല്ല പെർസെൻറ്റേജ് വാങ്ങിയിട്ട് NITയിൽ കയറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കുറേ +2ന് പഠിച്ച മാത്സും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു എന്താ പറയുക നിലവാരം കൂടുതലുണ്ട്. അപ്പോൾ മാത്സിലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ സംഭവിക്കുന്നത്. അപ്പം അതാണ് ഫസ്റ്റ്. നീറ്റ് ഡ്രീം ഉണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ നിങ്ങൾ നേരെ നീറ്റ് ക്രാഷിന് പോവാം. ഇനി രണ്ടാമത്തെ കേസിൽ കീം ഓർ CUET ആണ്. എഞ്ചിനീയറിങ്ങിന് പോയാൽ കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ഒന്നെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എനിക്ക് താല്പര്യമുണ്ട്, കുഴപ്പമില്ലാത്ത ഓപ്ഷനാണ്. കീമാണെന്നല്ല, കാരണം എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് എംപ്ലോയബിൾ ആയിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് പലതവണ പറഞ്ഞതാണല്ലോ. എഡ്യൂപോർട്ടിൻ്റെ ഒക്കെ ഞങ്ങൾ എടുക്കുന്ന പല റോളും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത ആൾക്കാരടക്കം എഞ്ചിനീയേഴ്സ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വീഡിയോ എഡിറ്റർ ആയാലോ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് എന്ന് മാത്രമല്ല എഞ്ചിനീയറിംഗ് ഹാസ് നൗ ബിക്കം ഒരു ജനറൽ ഡിഗ്രി പോലെയാണ്. അപ്പോൾ അതിൽ പല ഓൺടർപ്രണേഴ്സ് എന്നോട് ഇങ്ങനെ പറയണം, എഞ്ചിനീയേഴ്സിനെ ഞങ്ങൾ ഹയർ ചെയ്യാൻ താല്പര്യപ്പെടാറുണ്ട്, മെല്ലെ അവർ കയറി നല്ല സാലറിയിൽ എത്താറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കീം എടുക്കാം. ഇനി സാർ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നും ഇല്ല, ഞാനിപ്പോഴും കൺഫ്യൂഷൻ എങ്ങോട്ട് പോകണം എന്നുള്ളത്. പക്ഷെ എഞ്ചിനീയറിങ്ങിനോട് എനിക്കൊരു വിരോധമില്ല. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് എന്തായിരിക്കും ഈ എഞ്ചിനീയറിങ്ങിനോട് താല്പര്യക്കുറവാണ്. ഒന്ന്, അവിടെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് മാത്സ് ഉണ്ട്, മാത്സ് ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും പണ്ടപ്പോഴെങ്കിലും കസിൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ചിട്ട് ഫുള്ള് കഞ്ചാവ് അടിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തായിരിക്കും, അല്ല ആരോടെങ്കിലും ഒളിച്ചോടിയിട്ട് വീട്ടിലൊക്കെ ഒരു എഞ്ചിനീയറിങ്ങിന് ഒരു ചീത്ത പേര്, അങ്ങനെ അല്ല എഞ്ചിനീയറിങ്ങിന് വിടൂല, ഒരു ചീത്ത പേരുണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോഴ്സിന്, പല റീസൺസിനാണ്. എൻ്റെ മോളെ ഞാൻ എഞ്ചിനീയറിങ്ങിന് എന്തിനു വിട്ടില്ല, നീ വീട്ടിൽ ഇവിടെ ഇരിക്കുകയാണ് എഞ്ചിനീയറിങ്ങിന് വിടൂല എന്നൊക്കെ പറയുന്ന കുറേ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കീം എടുക്കണ്ട. അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് കീം ക്രാഷ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ കീം ക്രാഷിന് പഠിക്കുമ്പോൾ നിങ്ങൾ +1ലെയും +2ലെയും ടോപ്പിക്ക് മുഴുവൻ പഠിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് CUET +2 ടോപ്പിക്ക് മാത്രമാണ്. CUETയിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ എന്തുണ്ട്, ഒരു കണക്ഷനും കൂടെ അവിടെ ഉണ്ട്. ഇനി സാറേ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, എഞ്ചിനീയറിംഗ് ഞാൻ എന്തായാലും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവസാനം എൻഡപ്പ് ചെയ്യുക ഒരു ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രിയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ഡിഗ്രിയിലേക്കാണ്, ഒരു അക്കാഡമിക് ഡിഗ്രിയിലേക്ക്. ഏതാ BSc ഫിസിക്സോ BSc കെമിസ്ട്രിയോ BSc മൈക്രോബയോളജിയോ അല്ലെങ്കിൽ BSc ഫോറൻസിക് സയൻസ്, അങ്ങനെ കുറേ സാധനം, BSc സൈക്കോളജി ഒക്കെ.
അതൊക്കെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നിന്ന് പഠിക്കാനുള്ള അവസരമാണ് CUET ക്രാഷ് വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് CUET ഇത്രയും നല്ലതെന്ന് ഞാൻ പറയാം. ഒന്ന് +2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോൾ പഠിച്ച സാധനമാണ്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഒരുപാട് 30 ലക്ഷത്തോളം സീറ്റ് ഉണ്ട് CUET വഴി. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല കോളേജ് കിട്ടാൻ, ഈ നല്ല കോളേജ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ ചുറ്റും അത്യാവശ്യം കുറച്ച് നല്ല ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മൾ പഠിച്ചിറങ്ങുണ്ടാവാം. ആ ആവറേജ് എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ആർട്സ് ആൻഡ് സയൻസിനേക്കാൾ കൂടുതൽ എത്രയോ നല്ലതായിരിക്കും. ആൻഡ് അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് ഞാൻ തേർഡ് പ്രിഫറൻസ് കൊടുക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചാലും ഇത് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ട്. ചിലപ്പോൾ ഒരു ചെറിയൊരു 10% കുറയാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന്, ഒരു സയൻസ് വിദ്യാർത്ഥിയാണ്, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതണം. അണ്ടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ ഞാൻ BSc നഴ്സിങ്ങിനെ പോവുള്ളൂ, അല്ലെ പാരാമെഡിക്കൽ കോഴ്സ് ഇന്നതേ പോവുള്ളൂ എന്ന് തീരുമാനിക്കാത്ത എല്ലാവരും ഇത് ചെയ്യണം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. CUETയുടെ എനിക്ക് തോന്നുന്നു നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് എഡ്യൂ പോർട്ടൽ എന്തുണ്ട്, ഇത് മൂന്നിനും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്രാഷ് കോഴ്സാണുള്ളത്. കീമിനും നീറ്റിനും കീമിനും നമുക്ക് റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, ബാക്കി എല്ലാത്തിനും ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂ പോർട്ടലിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ ഇതേ കൺഫ്യൂഷനിലുണ്ടാവും. വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് അയച്ചു വയ്ക്കാം. ബൈ.